നമസ്കാരം. ആദ്യം നമുക്ക് ഈ ദൃശ്യം കാണാം. ഇറാൻ US സമാധാന കരാറിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള MOUവിൽ ട്രംപ് ഒപ്പിടുകയാണ്. This was not easy, I can tell you. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്ക് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം നടത്തിയ അത്താഴ വിരുന്നിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാനുമായി ഓൺലൈൻ വഴിയാണ് സമാധാന കരാർ ഔദ്യോഗികമാക്കിയത്. മാക്രോൺ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലാണ് ട്രംപ് ഒപ്പിട്ട ദൃശ്യങ്ങളടക്കം പരസ്യപ്പെടുത്തിയത്. ഒപ്പിട്ടതിന് പിന്നാലെ നാവിക ഉപരോധം ട്രംപ് പിൻവലിച്ചു. കരാർ ഔദ്യോഗികമായി ഒപ്പിട്ടാൽ ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്നും ട്രംപ് പറഞ്ഞു. ഫെബ്രുവരി 28-ന് ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഒരാക്രമണത്തോടുകൂടി ആരംഭിച്ച ഇറാൻ യുദ്ധം താൽക്കാലിക സമാധാനത്തിലേക്ക് എത്തി. ലോകത്തിന് ആശ്വസിക്കാനുള്ള വകയായി. കരാർ പ്രാബല്യത്തിലാകുന്നതോടെ ഇറാന്റെ എണ്ണ, പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ അടക്കം ഉപരോധം US ഇളവ് ചെയ്യും. ലോകരാജ്യങ്ങൾ നേരിടുന്ന എണ്ണ വിതരണത്തിലെ പ്രതിസന്ധി അതോടെ ആയി. അതിന് പിന്നാലെ ഇറാനുമായി ഒപ്പുവെച്ച 14 ഇന കരാറിന്റെ വിശദാംശങ്ങൾ US പരസ്യപ്പെടുത്തുകയും ചെയ്തതോടെ കാര്യങ്ങൾ വ്യക്തമായി. ഇസ്ലാമാബാദ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദി US ആൻഡ് ഇറാൻ എന്ന പേരിലാണ് കരാർ. വെള്ളിയാഴ്ച ഒപ്പുവെച്ചേക്കുമെന്നാണ് നേരത്തെ പുറത്തു വന്നിരുന്ന വിവരം. എന്നാൽ വ്യാഴാഴ്ച തന്നെ കരാറിന്റെ അന്തിമ രൂപത്തിൽ അമേരിക്കൻ പ്രസിഡന്റും ഇറാൻ പ്രസിഡന്റും ചേർന്ന് എത്തിച്ചേർന്നു എന്നതാണ് വിവരം. ഇനി കരാർ നിബന്ധനകൾ ചർച്ച ചെയ്യാൻ 60 ദിവസം ഒപ്പിട്ടതിന് ശേഷം MOU ഒപ്പിട്ടതിന് ശേഷം ലഭിക്കും. ആവശ്യമെങ്കിൽ ഉഭയസമ്മതത്തോടെ കാലയളവ് ദീർഘിപ്പിക്കും. ഹോർമുസ് കടലിടുക്ക് തുറക്കും. ഉപരോധങ്ങളിൽ ഇളവുണ്ടാകും. ആണവ പരിപാടിയെക്കുറിച്ചുള്ള തുടർ ചർച്ചകൾ നടക്കും. ഇതൊക്കെയാണ് പ്രധാന ധാരണകൾ. യുദ്ധം അവസാനിക്കുമ്പോൾ 3 നിലപാടുകളാണ് പ്രധാനം. ട്രംപിന്റെ ഭാവി എന്ത്? ഇറാന്റെ മുന്നോട്ടുപോക്ക് എങ്ങനെ? എല്ലാത്തിനും ഉപരി ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹുവിന്റെ ഗതികെട്ട അവസ്ഥ വരും നാളുകളിൽ ചർച്ച ചെയ്യപ്പെടും. ആദ്യം ഈ സമാധാന കരാർ ട്രംപിന്റെ വിജയമോ പിൻവാങ്ങലോ എന്നുള്ള ചർച്ചയിലേക്ക് ലോകം എത്തിച്ചേർന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശം നമുക്ക് നോക്കാം. ട്രംപ് ഈ കരാറിനെ വലിയ നയതന്ത്ര വിജയമായി അവതരിപ്പിക്കുകയാണ്. യുദ്ധം നീണ്ടുപോയാൽ എണ്ണവില കുതിച്ചുയരുകയും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഘാതമുണ്ടാവുകയും ചെയ്യുന്ന ആശങ്ക, അങ്ങനെ ഉണ്ടാകുമെന്ന ആശങ്ക വ്യാപകമായി അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അതിനാൽ യുദ്ധം അവസാനിപ്പിച്ച് ഹോർമുസ് തുറപ്പിച്ചതിനെ ട്രംപ് തന്റെ നേട്ടമായി കാണിക്കുന്നു. US ഇടക്കാല തെരഞ്ഞെടുപ്പിലടക്കം വൻ തിരിച്ചടിക്ക് ഉണ്ടായിരുന്ന സാധ്യത യുദ്ധം അവസാനിപ്പിക്കുന്നതിലൂടെ മറികടന്നു എന്നാണ് ട്രംപിന്റെ വിശ്വാസം. അതേസമയം യുദ്ധം ഇനിയും നീണ്ടാൽ ലോകത്താകെ രൂക്ഷമാകുന്ന എണ്ണ പ്രതിസന്ധിക്ക് ഉത്തരം പറയേണ്ടി വന്നേനെ. ഒപ്പം US സാമ്പത്തിക പ്രതിസന്ധിയും കുരുക്കാകും. അതെല്ലാം പരിഹരിക്കാൻ ഈ സമാധാന കരാറിലൂടെ സാധിച്ചു എന്നതാണ് ട്രംപിന്റെ നേട്ടം. എന്നാൽ യുദ്ധം എന്ന നിലയിൽ ഇറാനുമായി ആരംഭിച്ച ഏറ്റുമുട്ടൽ US സംബന്ധിച്ച് വൻ പരാജയമാണ്. കാരണമായി പറഞ്ഞ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. യുദ്ധം തുടങ്ങുമ്പോൾ ഉന്നയിച്ച പല ലക്ഷ്യങ്ങളും കൈവരിച്ചില്ല. ഇറാന്റെ ഭരണകൂടം അതുപോലെ നിലനിൽക്കുന്നു. ഇറാന്റെ ആണവ പരിപാടി പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുമില്ല. ചർച്ചകൾക്ക് വിധേയമാണത്. ഇറാന്റെ മിസൈൽ ശേഷി സംബന്ധിച്ച് വ്യക്തമായ നിയന്ത്രണങ്ങൾ കരാറിൽ ഇല്ലതാനും. അതുകൊണ്ട് ട്രംപിന് ഇത് പൂർണ്ണ വിജയം എന്ന നിലയിലല്ല, മറിച്ച് ചെലവേറിയ യുദ്ധത്തിൽ നിന്ന് മുഖം രക്ഷിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ ഒത്തുതീർപ്പ് എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ എത്തുന്നത്. ഇറാനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി സ്വന്തം രാജ്യത്തിൻ്റെ പരമാധികാരിയെ വധിച്ചുകൊണ്ട് ലോകശക്തികളായ 2 രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ ആരംഭിച്ച ആക്രമണം. ഇസ്രായേലും US ഇറാനെ തകർക്കാനും പകരം ഭരണമാറ്റം സ്ഥാപിക്കാനും പ്രഖ്യാപിച്ച ആക്രമണം. ഇറാന്റെ ശക്തമായ പ്രതിരോധവും തിരിച്ചടിയും കാരണം ഒരു വലിയ യുദ്ധമായി മാറി. ഏറ്റവും കൂടിയ സാമ്പത്തിക നഷ്ടം, നാശം, 3000-ഓളം മനുഷ്യജീവനുകൾ, ഇതെല്ലാം നഷ്ടപ്പെട്ട രാജ്യമായി ഇറാൻ മാറി. സ്വന്തം രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ വധിച്ച് അടുത്തയാളെയും വധിക്കുമെന്ന് പ്രഖ്യാപിച്ചു നിന്ന ഇസ്രായേലിനെയും അമേരിക്കയെയും പക്ഷേ ഇറാൻ പ്രതിരോധിച്ചു നിന്നു എന്നത് തന്നെ അവരെ സംബന്ധിച്ച് പ്രധാനമാണ്. ഒടുങ്ങൻ രാജ്യത്തിൻ്റെ പരമാധികാരവും അന്തസ്സും എന്ന ഒരൊറ്റ മുദ്രാവാക്യത്തിലൂന്നി നടത്തിയ പ്രതിരോധം ചർച്ചാമേശയിൽ സമാധാന കരാറായി വരുമ്പോൾ അത് ഇറാനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്, ആശ്വാസമാണ്. യുദ്ധത്തിൽ ആരും ജയിക്കാറില്ല എന്നാണ് പറയാറുള്ളത്. ഈ യുദ്ധത്തിൽ പക്ഷേ ഇറാൻ തോറ്റിട്ടില്ല എന്നതാണ് സുപ്രധാനം. യുദ്ധം ആരംഭിക്കുമ്പോൾ പല പാശ്ചാത്യ വിശകലനങ്ങളും ഇറാൻ വലിയ തിരിച്ചടി നേരിടും എന്ന് വിലയിരുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഭരണകൂടം നിലനിൽക്കുന്നു. അമേരിക്ക നേരിട്ടുള്ള ചർച്ചയ്ക്ക് എത്തുന്നു. ഉപരോധങ്ങളിൽ ഇളവിൻ്റെ സാധ്യത നിലനിൽക്കുന്നു. മരവിപ്പിച്ചിരിക്കുന്ന സാമ്പത്തിക ആസ്തികൾ തിരിച്ചു കിട്ടുന്നു. ഇത് ഇറാൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രതിരോധത്തിൻ്റെ വിജയം എന്ന് പ്രശംസിക്കപ്പെടുന്ന നിലയിലേക്ക് ഇറാനെ കൊണ്ടുചെന്നെത്തിച്ചു. എന്നാൽ ഇറാന്റെ പ്രശ്നങ്ങൾ യാഥാർത്ഥ്യം വലുതാണ്. സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും ദുർബലമാണ്. ഉപരോധങ്ങൾ പൂർണ്ണമായി നീങ്ങിയില്ല. 60 ദിവസത്തെ ചർച്ച പരാജയപ്പെട്ടാൽ സംഘർഷം വീണ്ടും ഉയർന്നു വന്നേക്കാം. അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ച് വിജയമോ പരാജയമോ ഒന്നുമല്ല, രാഷ്ട്രീയ അതിജീവനമാണ് ഈ യുദ്ധത്തിൻ്റെ പ്രതിരോധവും സമാധാന കരാറും. ഈ യുദ്ധത്തിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് പക്ഷേ ഇസ്രായേലിനാണ്.
അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ഈ കരാറിലേക്ക് എത്തുന്നതിലും ഏറ്റവും കൂടുതൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് ആ നേതാവുമാണ്. ഇസ്രായേൽ വർഷങ്ങളായി ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളാണ് ഇറാനിൽ ഭരണമാറ്റം, തങ്ങളുടെ ശക്തികളെ ഭരണത്തിൽ അവിടെ അവരോധിക്കുക, ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി തകർക്കുക, ഇറാന്റെ പ്രാദേശിക സ്വാധീനം ഇല്ലാതാക്കുക, ഇറാനെ ദീർഘകാലം ഒറ്റപ്പെടുത്തി കൈകാര്യം ചെയ്യുക. എന്നാൽ നിലവിലെ ധാരണ എന്താണ്? ഇറാന്റെ ഭരണകൂടം അവിടെ തുടരും, അമേരിക്ക ഉപരോധങ്ങളിൽ ഇളവ് അങ്ങോട്ട് നൽകും, ഇറാനുമായി നേരിട്ടുള്ള ചർച്ചകൾ തുടങ്ങി അവർക്ക് പുനർനിർമ്മാണത്തിന് പണം നൽകും. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇറാനെ തകർക്കുമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് ഇറാനുമായി ഒത്തുതീർപ്പിലെത്തിയ അമേരിക്കൻ നിലപാട് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാണ്. ഇറാൻ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ തോറ്റോടുന്നത് ലോകം ഭയക്കുന്ന ആ യുദ്ധ കുറ്റവാളി തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഒടുവിൽ സമാധാന കരാറിലേക്ക് എത്തുമ്പോഴും പ്രഖ്യാപനവുമായി പ്രകോപനമുണ്ടാക്കിക്കൊണ്ട് ലബനനിൽ ഇസ്രായേൽ സൈന്യം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ഇറാനിലെ സൈനിക നീക്കത്തെ ന്യായീകരിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരുടെ ആണവ ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കി, ഭീകര ഭരണകൂടത്തിൻ്റെ തലവന്മാരെ വധിച്ചു, ആണവ നിലയങ്ങളും മിസൈലുകളും തകർത്തു, ഭൂരിഭാഗം മിസൈൽ ഫാക്ടറികൾ തകർത്തു, ഇസ്രായേൽ എന്ന രാജ്യത്തെ നാശത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ രക്ഷിച്ചു എന്നായിരുന്നു പ്രതികരണം. നെതന്യാഹു ഇസ്രായേലിൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അധികാരം നിലനിർത്താനും പിന്തുണ ആർജിക്കാനുമുള്ള മാർഗമായിട്ടാണ് യുദ്ധങ്ങളെ എന്നും ഉപയോഗിച്ചിട്ടുള്ളത്. ഇസ്രായേൽ അരക്ഷിതമാണ് എന്നും ഞാനിതാ രക്ഷിക്കുന്നു എന്നുമുള്ള ഇമേജുകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. അതിനായി യുദ്ധങ്ങൾ സൃഷ്ടിക്കും. 2026 ഒക്ടോബറിന് മുമ്പ് ഇസ്രായേൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. ആഭ്യന്തര രാഷ്ട്രീയത്തിലും അതുകൊണ്ട് നെതന്യാഹുവിൻ്റെ വെല്ലുവിളി ചില്ലറയല്ല. അഴിമതി കേസിലെ വിചാരണ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പ് സങ്കീർണമാക്കുന്ന നിലയിലേക്ക് മാറും. പ്രതിപക്ഷത്ത് നിന്ന് വലിയ എതിർപ്പ് നെതന്യാഹു നേരിടുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സമാധാന കരാറിനോട് ചേർന്ന് നിൽക്കാതെ സൈനിക നടപടി തുടരുമെന്ന സൂചന നൽകി നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ ഇറാൻ യുദ്ധത്തിലെ സമാധാന കരാർ നിലവിൽ വന്നാലും നെതന്യാഹു ലെബനനെ മുൻനിർത്തി അടുത്ത പദ്ധതികൾ, കുടില തന്ത്രങ്ങൾ നടപ്പാക്കും എന്നുള്ളതിൻ്റെ സൂചനകൾ അവശേഷിക്കുന്നുണ്ട്. ട്രംപിൻ്റെ പ്രതികരണം അതിൽ നിർണായകമാകും എന്ന് മാത്രം. എന്തായാലും ഇനിയുള്ള 60 ദിവസങ്ങൾ നിർണായകമാണ്. 3 സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 1, സ്ഥിര സമാധാനം, ഉപരോധങ്ങളിൽ ഘട്ടം ഘട്ടമായി ഇളവ്, ഇറാന്റെ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കൽ, ഹോർമുസ് കടലിടുക്ക് സ്ഥിരമായി തുറക്കൽ, അമേരിക്ക ഇറാൻ ബന്ധത്തിൽ ഭാഗിക പുരോഗതി. 2, നീണ്ട ചർച്ചകൾ, യുദ്ധമില്ല എന്നാൽ പൂർണ്ണ കരാറുമില്ല, താൽക്കാലിക ധാരണകൾ. ഇപ്പോൾ ഏറ്റവും സാധ്യതയുള്ള ഒരു വഴി അതാണ്. 3, കരാർ തകർച്ച, ആണവ വിഷയത്തിൽ തർക്കം, ഇസ്രായേൽ ലബനൻ അതിർത്തിയിലെ പുതിയ സംഘർഷങ്ങൾ, ഹോർമുസ് സംബന്ധിച്ച തർക്കങ്ങൾ. ഈ 3ാമത്തെ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മളെ അനുഭവം, ഇതുവരെയുള്ള നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാവുക. ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എണ്ണവില കുറയാം എന്നുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ എണ്ണവില താഴ്ന്നു, വിപണി യുദ്ധഭീഷണി കുറഞ്ഞതായി കണക്കാക്കി തുടങ്ങി, ഗൾഫ് മേഖലയിലെ സമ്മർദ്ദം കുറഞ്ഞു തുടങ്ങി, ഹോർമുസ് കടലിടുക്കിൽ ലോകത്തെ എണ്ണ വ്യാപാരത്തിൻ്റെ പ്രധാന വഴി പുതിയ സാഹചര്യങ്ങളിലേക്ക് വഴി തുറക്കും. അത് തുറന്നു കിടക്കുന്നത് ഏഷ്യ, യൂറോപ്പ്, ഇന്ത്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങൾക്ക് ഗുണകരമായി മാറും. ഈ ചർച്ചകളിൽ അമേരിക്ക മാത്രമല്ല, പാകിസ്ഥാൻ, ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ ശക്തികൾ എന്നിവരും ഇടപെട്ടു. അതുകൊണ്ട് മധ്യപൂർവ്വ ദേശ രാഷ്ട്രീയത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഏകാധിപത്യം കുറയുകയും പല ശക്തികളും സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം വളരുന്നതിന് തുടക്കമിടുകയും ചെയ്യുകയാണ് ഈ സമാധാന ചർച്ച. ഇനിയുള്ള കാലം യുദ്ധം അത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് തെളിയിക്കുകയാണ് ഇറാൻ യുദ്ധം. ആയുധശേഷിയും ലോക മേധാവിത്വവും മാത്രമുണ്ടായാൽ പഴയ പോലെ യുദ്ധം ജയിച്ച് ആ രാജ്യത്തെ തരിപ്പണമാക്കി മടങ്ങി വരിക എന്നുള്ള രീതി US-നെ സംബന്ധിച്ച് എളുപ്പമല്ല എന്ന സന്ദേശം ലോകത്തിന് നൽകി. US-ന്റെ ഭൂതകാല അനുഭവങ്ങൾക്ക് മേലേറ്റ കനത്ത ആഘാതം. അതുകൊണ്ട് ഭാവിയിൽ ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ നടപടിയുമായി പോകുമ്പോൾ ഏൽക്കാനിടയുള്ള തിരിച്ചടികളെക്കുറിച്ച് US-നടക്കം ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടായി. അടുത്ത 60 ദിവസം ഇനി സുപ്രധാനമാണ്. സമാധാനം സമ്പൂർണ്ണമായി വരിക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം.